തെയ്യക്കഥകളിലെ വീരപുരുഷനാണ് കതിവന്നൂർ വീരൻ. ഗുരുവിൽ നിന്നല്ലാതെ അക്ഷരവും ആയോധന വിദ്യയും പഠിച്ചവൻ. കഥ തുടങ്ങുന്നത് കണ്ണൂർ ജില്ലയിലെ മാങ്ങാട്ട് എന്ന സ്ഥലത്തിൽ നിന്നാണ്. തീയ സമുദായത്തിൽപ്പെട്ട മേത്തളി ഇല്ലത്ത് കുമരച്ചനും പരക്ക ഇല്ലത്ത് ചക്കിക്കും ചുഴലി ഭഗവതിയുടെ അനുഗ്രഹത്താൽ മകം നാളിൽ ഒരു മകൻ ജനിച്ചു. അവർ ആ കുഞ്ഞിന് മന്നപ്പൻ എന്ന് പേര് ചൊല്ലി വിളിച്ചു. കാലക്രമേണ മന്നപ്പൻ യുവാവായി വളർന്നു. കള്ളുകുടിയും ചങ്ങാതിമാരോടൊപ്പമുള്ള വേട്ടയാടലുമായിരുന്നു മന്നപ്പൻ എന്നും ചെയ്തുകൊണ്ടിരുന്നത്. സ്വന്തം കുലത്തൊഴിൽ ചെയ്യാൻ അച്ഛൻ നിർബന്ധിക്കുമെങ്കിലും മന്നപ്പൻ അതിന് താല്പര്യമുണ്ടായിരുന്നില്ല. അച്ഛൻ്റെ നിർബന്ധം സഹിക്കാതെ, അമ്മയുടെ വേദന കാണാതെ ഒരു ദിവസം മന്നപ്പൻ വീട് വിട്ടിറങ്ങി. വഴിയിൽ കുടകിൽ വാണിഭത്തിനായി പോകുന്ന തൻ്റെ 4 സുഹൃത്തുക്കളെ കണ്ടപ്പോൾ അവരുടെ കൂടെ കൂടിയ മന്നപ്പനെ മാങ്ങാട്ട് നെടിയ കാഞ്ഞിരത്തിൻ്റെ കീഴിൽ മൂക്കറ്റം മദ്യം കുടിപ്പിച്ച് മയക്കി കിടത്തി സുഹൃത്തുക്കൾ മന്നപ്പനെ മനഃപൂർവ്വം ഒഴിവാക്കി. ഞെട്ടിയുണർന്ന മന്നപ്പൻ ചതി മനസ്സിലാക്കി. വീട്ടുകാരും നാട്ടുകാരും തള്ളിയ ഞാനിനി മാങ്ങാട്ടേക്കില്ല എന്നുറച്ച് മന്നപ്പൻ കൂട്ടുകാർ പോയ കാളവണ്ടിയുടെ ചുവടും അടയാളവും നോക്കി നടന്നു. കള്ളിമ്മൻ എന്ന കുടകന്റെ സഹായത്തോടെ മന്നപ്പൻ തൻ്റെ കുടകിലുള്ള അമ്മാവൻ്റെ വീട്ടിലെത്തി. മന്നപ്പനെ സന്തോഷത്തോടെ വരവേറ്റ അവർ സ്വന്തം മകനെ പോലെ മന്നപ്പനെയും കണ്ടു. അമ്മാവൻ തൻ്റെ കൃഷിയിടങ്ങളിൽ പകുതി മന്നപ്പന് നൽകി. മന്നപ്പൻ ആ നിലത്തിൽ കൃഷി ചെയ്ത് പൊന്നു വിളയിച്ചു. അമ്മായിയുടെ നിർദ്ദേശപ്രകാരം അവൻ എള്ളു വാങ്ങിയാട്ടി കുടകുമലയിൽ പല സ്ഥലങ്ങളിലും എണ്ണ വിപണനം നടത്തി. മലനാട്ടിൽ നിന്നും ഒരു തീയച്ചെക്കൻ വന്ന് കൃഷിയിലും എണ്ണ വിപണനത്തിലും പേരെടുത്തത് മുത്താർമുടി കുടകരിൽ അസൂയുണ്ടാക്കി. അതിനിടെ ഒരു നാൾ മന്നപ്പൻ പുഴയിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന കാവുതീയ പെൺകുടിയായ ചെമ്മരത്തിയെ കണ്ടു. കണ്ട മാത്രയിൽ പ്രണയത്തിലായ അവർ 2 പേരും അമ്മാവന്റെ അനുഗ്രഹത്താൽ വിവാഹം ചെയ്തു. സ്വപ്നതുല്യമായ ജീവിതം നയിച്ച ആ ദമ്പതികൾക്കിടയിൽ കാലക്രമേണ ചില പിണക്കങ്ങൾ ഉണ്ടായി തുടങ്ങി. ഒരു നാൾ എണ്ണ വിറ്റ് വരാൻ മന്നപ്പൻ വൈകിയതിനെ തുടർന്ന് ചെമ്മരത്തിയും മന്നപ്പനും 1ഉം 2ഉം പറഞ്ഞ് വഴക്കായി. ഇത്തരത്തിൽ വഴക്കുള്ള ഒരു ദിവസമാണ് കുടകുപട ആക്രമിക്കാനെത്തിയത്. ആ വാർത്തയറിഞ്ഞ മന്നപ്പൻ തൻ്റെ ആയുധങ്ങളുമെടുത്ത് അംഗത്തിനിറങ്ങവേ തല ഉമ്മറപ്പടിയിൽ തട്ടി ചോര വന്നു. ഇത് കണ്ട ചെമ്മരത്തി, പടക്കിറങ്ങുമ്പോൾ ചോര കണ്ടാൽ മരണം നിശ്ചയമാണെന്ന് പറഞ്ഞു. നിന്റെ വാക്കുപോലെ സംഭവിക്കട്ടെ എന്ന് മറുപടി പറഞ്ഞ മന്നപ്പൻ അവിടെ നിന്നും ഇറങ്ങി. ഇറങ്ങുമ്പോൾ താൻ നട്ടുവളർത്തിയ കദളി വാഴകളെ നോക്കി മന്നപ്പൻ ഇങ്ങനെ പറഞ്ഞു: ഞാൻ അംഗത്തിൽ മരിച്ചു വീണാൽ എൻ്റെ കദളി വാഴകൾ കുലച്ചു പിരിഞ്ഞാടും. അംഗത്തിനായി പുറപ്പെട്ട മന്നപ്പൻ കുടകപ്പടയോട് പൊരുതി ജയിച്ചു. മലയാളത്താന്മാർ മന്നപ്പന്റെ സഹായത്തോടു കൂടി കുടകരെ യുദ്ധത്തിൽ തോൽപ്പിച്ചു. അവർ മന്നപ്പൻ ചേകവരെ തങ്ങളുടെ രക്ഷകനായി കണ്ടു. അവർ അവനെ വാനോളം പുകഴ്ത്തി. വിവരമറിഞ്ഞ അമ്മാവനും അമ്മായിയും സന്തോഷിച്ചു. പടക്കളത്തിന് പുറത്തു വന്നപ്പോഴാണ് തൻ്റെ ചെറുവിരലും പീഠമോതിരവും നഷ്ടമായത് മന്നപ്പൻ തിരിച്ചറിയുന്നത്. മോതിരമില്ലാതെ തിരിച്ചു പോകാൻ മന്നപ്പന് മനസ്സ് വന്നില്ല. മന്നപ്പൻ വീണ്ടും പടക്കളത്തിലേക്ക് മടങ്ങി. അവിടെ ഒളിച്ചിരുന്ന കുടകപ്പട മന്നപ്പനെ വെട്ടിനുറുക്കി. ഇതേ സമയം മന്നപ്പന്റെ കദളിവാഴ കുലച്ചു വിരിഞ്ഞാടി. ഭർത്താവിൻ്റെ വരവിനായി കാത്തിരുന്ന ചെമ്മരത്തി കദളിവാഴക്കൈയിൽ മന്നപ്പന്റെ മോതിരവും ചെറുവിരലും കണ്ട് ആർത്തലച്ച് ഓടി. തൻ്റെ ഭർത്താവിനെ ജീവന തുല്യം സ്നേഹിച്ചിട്ടും താൻ പറഞ്ഞ അഹിതവാക്കുകൾ സത്യമായി ഭവിച്ചല്ലോ എന്നോർത്ത് നിലവിളിച്ചു. പടക്കളത്തിൽ മാംസത്തുണ്ടങ്ങളാക്കിയ തൻ്റെ മന്നപ്പനെ കണ്ട് ചെമ്മരത്തിയുടെ കരച്ചിൽ ആ കുടകുമല മുഴുവൻ പ്രതിധ്വനിച്ചു. അമ്മാവന്റെ മകൻ അണ്ണൂക്കൻ മന്നപ്പന് ചിതയൊരുക്കി. ചിത കത്തുമ്പോൾ നട്ടുച്ചയ്ക്ക് നക്ഷത്രം ഉദിച്ചത് കണ്ടോ നിങ്ങൾ എന്ന് ചെമ്മരത്തി പറഞ്ഞത് കേട്ട് എല്ലാവരും ആകാശത്തേക്ക് നോക്കി. ഈ സമയം ചെമ്മരത്തി മന്നപ്പന്റെ ചിതയിലേക്ക് എടുത്തു ചാടി. ശേഷം ദേഹശുദ്ധി വരുത്താനായി വന്താർമുടിയാറ്റിൽ കുളിക്കാനിറങ്ങിയ അണ്ണൂക്കൻ തിറം കണ്ണാലെ കാണുന്നത് പുഴയുടെ അക്കരെ മന്നപ്പനും ചെമ്മരത്തിയും കുളിക്കുന്നതാണ്. അത്രമാത്രം ആഴത്തിലുള്ള വിട്ടുപിരിയാനാവാത്ത പ്രണയം സൂക്ഷിച്ചവരായിരുന്നു മന്നപ്പനും ചെമ്മരത്തിയും. അണ്ണൂക്കന് മന്നപ്പനെ ദൈവക്കോലമായി കെട്ടിയാടിക്കാനുള്ള വെളിപാടുണ്ടായി. തുടർന്ന് ഉറഞ്ഞു തുള്ളിയ അണ്ണൂക്കൻ മന്നപ്പന്റെ കോലം കെട്ടിയാടിക്കുകയും ഇതു കണ്ട അമ്മാവൻ അണ്ണൂക്കന് അരിയെറിഞ്ഞ്
കതിവന്നൂർ വീരൻ എന്ന് പേര് ചൊല്ലി വിളിക്കുകയും ചെയ്തു. ഒരു ധീര യോദ്ധാവിൻ്റെ സാഹസിക ജീവിതവും പ്രണയവും കണ്ണു നനയ്ക്കുന്നതാണ് യുദ്ധവീരനായ കതിവന്നൂർ വീരൻ്റെ കഥ. മന്നപ്പന് ചെമ്മരത്തിയെ വിട്ടൊരു നിമിഷമില്ല. അത് കതിവന്നൂർ വീരൻ തെയ്യത്തിൻ്റെ കെട്ടിക്കോലത്തിലും കാണാവുന്നതാണ്. പുറപ്പെട്ടു വന്ന കതിവന്നൂർ വീരൻ തെയ്യം ചെമ്മരത്തി തറയ്ക്ക് ചുറ്റും മാത്രമാണ് കൂടുതൽ സമയവും ചെലവഴിക്കുന്നത്. നാഗം താഴ്ത്തി മുഖത്തെഴുതി, അരിച്ചാന്ത് മേക്ക് തേച്ച്, കരിന്താടി മീശകൾ ചേർത്ത് കെട്ടി, കാലിൽ ചിലമ്പിട്ട്, അരച്ചമയങ്ങൾ വെച്ച് കെട്ടി, പൂക്കട്ടി മുടിയണിഞ്ഞ്, താരിയും പരിചയും കയ്യിലേന്തി, അസുരവാദ്യത്തിൻ്റെ മേളക്കൊഴുപ്പിൽ കത്തുന്ന ഓലച്ചോട്ടുകളുടെ ശോഭയിൽ പുലർച്ചെ അണിയറയിൽ നിന്നും പിറകോട്ട് വന്നൊന്ന് തിരിഞ്ഞ് ചെമ്മരത്തിത്തറക്കടുത്തേക്കുള്ള കതിവന്നൂർ വീരൻ തെയ്യത്തിൻ്റെ പുറപ്പെട്ടു വരവ് ഭക്തമനസ്സുകളിൽ വിസ്മയം ജനിപ്പിക്കുന്നതാണ്. വാഴപ്പോളകൾ മനോഹരമായി അടുക്കി വച്ച് ഒരു കോൽ സമചതുരത്തിൽ കോലക്കാരൻ്റെ അരവരെയുള്ള ഉയരത്തിൽ തീർക്കുന്ന ചെമ്മരത്തിത്തറയിൽ 64 കോത്തിരികൾ നിറന്നു കത്തും. നടുവിൽ ഒരു നിലവിളക്ക് തട്ടിൽ 2 തിരിയിട്ട് ദീപം തെളിയും. 64 കോത്തിരികൾ 64 കലകളെയും 64 ഗുരുക്കന്മാരെയും കുടകപ്പട വെട്ടിനുറുക്കിയ മന്നപ്പൻ്റെ 64 ദേഹത്തുണ്ടുകളെയും പ്രതിനിധീകരിക്കുന്നു. കതിവന്നൂർ വീരൻ തെയ്യത്തിൻ്റെ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.